ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് 4 മാസത്തെ പെൻഷൻ തുകയായ 6400 രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. അതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജനുവരിയിലുള്ള പെൻഷനോടൊപ്പം ഒരു ഗഡുവും കൂടി ചേർത്ത് 3200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. ശേഷിക്കുന്ന 3 ഗഡു അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിലായിരിക്കും നൽകുക. തദ്ദേശിക തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 2025 മുതൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർശന രീതിയിലുള്ള പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകാതെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ചില രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ വരുന്ന 2025 ഇവയെല്ലാം സമർപ്പിക്കേണ്ടത്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ്. അവർക്കുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ, അതുപോലെ 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന സ്ത്രീകൾ അവർ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം. നമ്മുടെ അടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴി നിങ്ങളുടെ ആധാർ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡ്, വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്ന് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സർട്ടിഫിക്കറ്റ് റെഡിയായി കഴിഞ്ഞാൽ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ശേഷം അതിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിച്ചാൽ മതി. ഇനി കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പാണ്. ഇനി കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന, അതായത് ഏത് പെൻഷൻ ആയിക്കോട്ടെ, അവർക്കെല്ലാവർക്കും തന്നെ ഇനി ഫേസ് മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ്. ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കുള്ള തുക കൈകളിലേക്ക് ലഭിക്കുക. എല്ലാ മാസവും ഈ ഫേസ് മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പെൻഷൻ തുക കൈമാറാൻ വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അവർ നമ്മുടെ ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കുള്ള തുക നൽകുക. ഒരുപാട് പേര് അനർഹമായി തുക കൈപ്പറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.